നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കാലത്ത് കർഷകർക്ക് കണ്ണീർ സമ്മാനിച്ച വാനില വില ഇപ്പോൾ വാനോളമാണ്. ഉണക്ക ബീൻസിന് കിലോയ്ക്ക് 40,000 രൂപ വരെ വില ഉയർന്നിരിക്കുന്നു. വാനിലയുടെ നടീൽ വസ്തുവിനും മികച്ച വില ലഭിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി വാനിലയുടെ വില ഉയരുന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണെങ്കിലും നിലവിൽ കൃഷിയുള്ളവർ കുറവാണ്. ഒരു കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന വാനില പെട്ടെന്നുണ്ടായ വില തകർച്ചയിൽ കൃഷിയെയും കൂപ്പുകുത്തിച്ചു. നിലവിൽ 8,000 മുതൽ 40,000 വരെയാണ് വാനിലയുടെ വില. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണവും വിപണിയിലെ ലഭ്യതക്കുറവ് തന്നെയാണ്. കൃഷി ചെയ്തും ഒത്തിരി കേടായിപ്പോയി, വില കുറഞ്ഞു. അതിനപ്പോൾ ആൾക്കാർ കൃഷി നിർത്തി. ഇപ്പം സാധനം കിട്ടാനില്ല, ഉള്ളതിന് വിലയുണ്ട്. ഉൽപ്പാദനം കുറഞ്ഞപ്പം വില കൂടി. നിലവിലെ മാർക്കറ്റ് പച്ചക്കായ്ക്ക് കഴിഞ്ഞ സീസണിൽ 8,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കായാകുമ്പോൾ കൂടുതൽ കിട്ടും, 10-12 രൂപ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഉണക്കയ്ക്ക് 40,000 മുകളിലായി കിലോയ്ക്ക്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വാനില കൃഷി ചെയ്യുന്നത്. എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഇനമാണ് എന്നത് വാനിലയുടെ മെച്ചമാണ്. എന്നാൽ വിപണി സാധ്യത പ്രതീക്ഷിക്കാതെ കൃഷി ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഇപ്പോൾ പുത്തൻ സാധ്യതകളാണ് നൽകുന്നത്. വൻ വില തകർച്ചയുണ്ടായ സമയത്ത് പോലും കൃഷിയും പരിപാലനവും പതിവാക്കിയവർക്കാണ് ഇപ്പോഴത്തെ വിപണിയിലെ നേട്ടം. വാനില കൃഷിയുടെ പിന്നിലുള്ള ഇപ്പോഴത്തെ വിപണിയിലെ സാധ്യത വിപണിയിലെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം കാർഷിക മേഖലയ്ക്കും പിന്തുണ നൽകും. ലളിതമായ കൃഷി രീതിയാണ് വാനിലയുടേത്. 1.5 മീറ്റർ താഴ്ചയിലെടുക്കുന്ന കുഴിയിലാണ് കൃഷി. 1.25 മീറ്റർ നീളം വരുന്ന വാനിലത്തണ്ട് കുഴിയിൽ നടുന്നതിനും പ്രത്യേകമായ രീതി അവലംബിക്കുന്നുണ്ട്. തണ്ടിന്റെ അടിഭാഗം പൂർണ്ണമായും കുഴിയിൽ വയ്ക്കുന്നില്ല, പകരം അറ്റം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. വളർന്നു കയറുന്നതിനായി താങ്ങു കമ്പുകളോ മരങ്ങളോ അഭികാമ്യമാണ്. വിപണിയിൽ 40,000 വരെ എത്തി നിൽക്കുന്ന ഉണക്ക വാനില ബീൻസുകൾ ഈ കൃഷി രീതിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നുവരാൻ കാരണമാകും. വർഷത്തിലൊരിക്കൽ മാത്രമാണ് വിളവെടുപ്പെങ്കിലും മികച്ച തൂക്കവും ലഭ്യതയും ഉള്ളത് കർഷകന് ദോഷം ചെയ്യില്ല. വാനില കൃഷിക്ക് ജൈവവളം നൽകുന്നതാണ് ഉത്തമമെന്ന് കർഷകർ തന്നെ പറയുന്നു. ജൈവവളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, വേപ്പും മണ്ണാക്ക്, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ വെച്ചൂർ പശുവിൻ്റെ മൂത്രം, ചാണകം, ശർക്കര, പയറുപൊടി എല്ലാം കൂടെ ചേർത്ത് മിശ്രം ഉണ്ടാക്കി ഒഴുകി. അധിക സ്ഥലം വേണ്ട എന്നതും ഇടകൃഷിയായി ചെയ്യാമെന്നതും വാനിലയുടെ നേട്ടമാണ്. നിലവിലെ വിപണിയിലെ നേട്ടം 5 വർഷം വരെ തുടരുമെന്ന് കർഷകർ പറയുമ്പോഴും പ്രാദേശിക മാർക്കറ്റുകളിൽ വാനില വിപണി സജീവമായിട്ടില്ല. തണ്ടിന് പോലും 300 രൂപയ്ക്ക് മുകളിലാണ് വില എന്നത് വിപണിയുടെ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് വിപണിയിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. തങ്ങളുടെ വിപുലമായ ഉപഭോക്തൃ ശൃംഖല ലക്ഷ്യമിട്ടാണ് ഹൈപ്പർ മാർക്കറ്റുകൾ കല്യാൺ ആരംഭിച്ചിരിക്കുന്നത്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓഫറുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. പർച്ചേസിംഗ് എന്നത് മലയാളികളുടെ ഇടയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കൂടുതൽ സമയം അതിന് ചെലവഴിക്കാനുമില്ല. എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് മലയാളികൾ ഒഴുകുമ്പോൾ പുതിയ ഷോപ്പിംഗ് സംസ്കാരത്തിന് പിന്തുണ നൽകുകയാണ് കല്യാണും. വസ്ത്രവ്യാപാര രംഗത്തെ വർഷങ്ങൾ നീണ്ട പരിചയം കൈമുതലാക്കിയാണ് കല്യാൺ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. എറണാകുളത്തെ കല്യാൺ ഷോറൂമിന്റെ 6ഉം 7ഉം നിലകളിൽ 20,000 ചതുരശ്ര അടിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്.
കൊച്ചിയുടെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഹൈപ്പർ മാർക്കറ്റ് തങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കല്യാൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ പറയുന്നു. ഒരു ബ്രാൻഡഡ് റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ന് കേരളത്തിലില്ല. നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിലും അതാത് ചെറിയ ചെറിയ ടൗണുകളിൽ ആരെങ്കിലും ഒരാൾ ഒരു ഷോറൂം അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു നിലയിലാണ് പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം, ഞങ്ങളുടെ ടെക്സ്റ്റൈൽ പോലെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുവാനാണ് കല്യാൺ സിൽക്ക് ശ്രമിക്കുന്നത്. അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ ലോസ് ഓഫ് ഇക്കോണമി അല്ലെങ്കിൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ആ പർച്ചേസിൽ വരുന്ന വോള്യൂംസിൽ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കൈമാറിക്കൊണ്ട് വോള്യൂമിൽ കൂടെ ഞങ്ങളുടെ വളർച്ച കൈവരിക്കുവാനാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ ഓരോന്നും രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്നും നേരിട്ട് ശേഖരിച്ചാണ് ഹൈപ്പർ മാർക്കറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ഇടനിലക്കാരെ തീർത്തും ഒഴിവാക്കിയുള്ള രീതിയാണ് കൺസ്യൂമർ റീറ്റെയിലിംഗിനും കല്യാൺ അവലംബിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫലമായി ഓരോ ഉൽപ്പന്നവും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ കല്യാണിന് സാധിക്കുന്നു. യു ബൈ ഫ്രം ദ സോഴ്സ് ആൻഡ് സെൽ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? പച്ചക്കറികൾ ഞങ്ങൾക്ക് നേരിട്ട് വരുന്നത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പച്ചക്കറി ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ട്രക്ക് ലോഡുകൾ നേരിട്ടാണ് വരുന്നത്. അല്ലാണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ഞങ്ങളൊരു സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നതല്ല അതിൽ. അത് കാരണം ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുക, ഞങ്ങൾക്ക് വേണ്ടി വരുന്ന തുച്ഛമായ ലാഭം ഇട്ടിട്ടാണ് ഞങ്ങൾ ജനങ്ങളിൽ ഏൽപ്പിക്കുന്നത്. പിന്നെ ദ സിമ്പിൾ ഫണ്ടാ, ദ ലോസ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്ന പോലെ ദ മോർ ടേൺ ഓവർ യു മേക്ക് വിത്ത് ലെസ് പ്രോഫിറ്റ്, മോർ എമൗണ്ട് ഓഫ് ഫുട്ഫോൾസ്, ദാറ്റ് വിൽ ക്രിയേറ്റ് മോർ ടേൺ ഓവർ. അതൊരു വലിയൊരു വിഷ്യസ് സൈക്കിളായി മാറും. അപ്പോൾ ഞങ്ങളുടെ ലാഭം ഞങ്ങളുടെ ടേൺ ഓവറിലാണ്. വല്ലാണ്ട് വില കൂട്ടി കൊടുത്തിട്ട് ടേൺ ഓവർ കുറയ്ക്കുക എന്നുള്ള ഒരു പഴയ സിദ്ധാന്തം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു റീറ്റെയിൽ പ്രക്രിയയിലേക്കാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് കല്യാൺ ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിക്ക് ശേഷം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കേരളത്തിൽ 14 ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുവാനാണ് കല്യാൺ ലക്ഷ്യമിടുന്നത്. ഈ വർഷം അവസാനത്തോടെ 6 ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കും. എവിടൊക്കെ കല്യാൺ സിൽക്സിൻ്റെ കെട്ടിടങ്ങളിൽ സ്ഥലം ഓൾറെഡി ഉണ്ടോ അതിൽ ഞങ്ങൾ അതാത് കെട്ടിടങ്ങളിലും, അല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ മാറി ചിന്തിച്ച് വേറെ പുതിയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബാങ്കിംഗ് സേവനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ATM നിന്ന്. ലോകത്തെ ഏറ്റവും വലിയ ATM നിർമ്മാതാക്കളാണ് NCR പുതിയതായി വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ATM വഴി എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാകും. ബാങ്കിംഗ് സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ച ഓട്ടോമാറ്റഡ് ടെല്ലിംഗ് മെഷീൻ അഥവാ ATM പണം പിൻവലിക്കാവുന്ന ഉപകരണം എന്നതിൽ നിന്ന് ഏറെ മാറിയിരിക്കുന്നു. പണം നിക്ഷേപിക്കുക, ബില്ലുകൾ അടയ്ക്കുക, ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, പണം ട്രാൻസ്ഫർ ചെയ്യുക തുടങ്ങി ബാങ്കിലൂടെ ചെയ്യാവുന്ന മിക്ക സേവനങ്ങളും ATMകളിലും ലഭ്യമായി കഴിഞ്ഞു. അക്കൗണ്ട് തുറക്കുന്നതുൾപ്പെടെ നിലവിൽ ബ്രാഞ്ചുകളിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളാണ് ബാങ്ക് ഇൻ എ ബോക്സ് ശ്രേണിയിൽ NCR അവതരിപ്പിക്കുന്നത്. ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള KYC നടപടിക്രമങ്ങളും സിഗ്നേച്ചർ ഓതന്റിക്കേഷനും, എന്തിന് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ വരെ ഇനി യന്ത്രം ചെയ്യും. ഒരു ഉപഭോക്താവ് ബ്രാഞ്ചിലെത്തുമ്പോൾ നൽകുന്ന സേവനത്തിന് ബാങ്കുകൾക്ക് 60 രൂപ വരെ ചെലവ് വരുമ്പോൾ പുതിയ ഉപകരണത്തിലൂടെ ഇത് 15 രൂപയായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ബാങ്ക് ബ്രാഞ്ചിന് 2000 സ്ക്വയർ ഫീറ്റിലേറെ വലിയ കെട്ടിടം വേണ്ടി വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് CX ബാങ്കിംഗ് സൊല്യൂഷൻസ് കിയോസ്കിന് വേണ്ടത് 200 സ്ക്വയർ ഫീറ്റ് മാത്രം. ഷോപ്പിംഗ് മാളുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ സിനിമാ തിയേറ്ററുകളിലോ വരെ യാന്ത്രിക ബ്രാഞ്ച് സ്ഥാപിക്കാനാകുമെന്ന് NCR പറയുന്നു.
Our expectation in the Indian market is that the network of branches has to expand. So there is only 130,000 branches in India today. With the financial inclusion, that number should go to anywhere to between 300,000 branches and 500,000 branches. The ATM network too, despite the demonetization, is going to grow from probably 200,000 to maybe 500,000, 1 million ATMs. So we are launching new technologies that merge the digital and the physical environments. ATM ഇടപാടുകളെ പോലെ തന്നെ 24 മണിക്കൂറും ലഭ്യമാകുന്ന സേവനം ബാങ്കുകൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സൗകര്യപ്രദമാകും. നോട്ട് പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ കമ്പനിയുടെ ലാഭത്തെ ബാധിച്ചെങ്കിലും ഭാവിയിൽ മികച്ച വളർച്ചയാണ് അമേരിക്കൻ കമ്പനിയായ NCR ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത്. നോട്ട് പിൻവലിക്കലിന് ശേഷം കമ്പനിയുടെ വളർച്ച 18% നിന്ന് 8% കുറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ബാങ്കിംഗ് ഔട്ട്ലെറ്റിലൂടെ ലഭ്യമാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത് NCRന് പുതുപ്രതീക്ഷയേകുന്നു. നിലവിൽ 2,20,000-ലധികം ATMകളാണ് ഉപയോഗത്തിലുള്ളത്. ഇത് 90% വർദ്ധിച്ച് 2021ഓടെ 4,07,000 ഉയരുമെന്നാണ് കമ്പനി കണക്കാക്കുന്നത്. ഒപ്പം ബാങ്ക് ബ്രാഞ്ചുകളുടെ പൂർണ്ണ ഓട്ടോമേഷനിലൂടെയും പുതിയ ബാങ്ക് ഇൻ എ ബോക്സ് കിയോസ്കുകളിലൂടെയും നേട്ടമുണ്ടാക്കാനാകുമെന്ന് NCR പ്രതീക്ഷിക്കുന്നു. പൂർണ്ണ കറൻസി രഹിത സമ്പദ് വ്യവസ്ഥ ലോകത്തൊരിടത്തുമില്ലാത്തതിനാൽ ഇന്ത്യയും കറൻസി ഉപയോഗം കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി വളരുന്ന ഇന്ത്യയിൽ സാമ്പത്തിക മേഖലയെ അടുത്ത വർഷങ്ങളിൽ നയിക്കാൻ പോകുന്നത് സാങ്കേതിക സംവിധാനങ്ങളായിരിക്കുമെന്ന് NCR വൈസ് പ്രസിഡന്റ് ജോ പ്രൈസ് പറയുന്നു. The concept of a bank in a box is that technology that is going to be available at a shopping mall, at a hotel like this, maybe at a temple, where you're going to be able to do any service that you do today at a branch in that ATM. So you're going to be able to open an account. You're going to be able to withdraw cash without a card. You're going to be able to run a transaction above your limits, talking to your banker through the technology. So it's pretty much like being in the branch, using telepresence, video conferencing, using the technology to replace your presence in the branch. 250-ലധികം ധനകാര്യ സ്ഥാപനങ്ങളിലായി NCR നിർമ്മിച്ച 1,06,000 ATMകളാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും ബാങ്കിംഗ് സാങ്കേതിക രംഗത്തെ പ്രമുഖ കമ്പനിയായ NCR ലഭ്യമാക്കുന്നു.